എവിടെ പോയി ഗുലാൻ? അയ്യോ ഒരു ഡാൻസ് പഠിക്കാൻ പോയേക്കുക. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്താലോ. അപ്പം മുസ്ലിമിക്ക് അത്ര ഇതായില്ല. പിന്നെ പ്രൊഡ്യൂസർക്ക് ജലീൽക്കയ്ക്ക് നമുക്ക് നരസിംഹം പോലെ ഫൈറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് നമുക്ക് പറഞ്ഞപ്പോൾ നമുക്ക് അത് തന്നെ ഫിക്സ്. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു. ഞാൻ തന്നെ ആ സ്റ്റെപ്പും എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഞാൻ കാരണം എനിക്കറിയാൻ വെച്ചാൽ മമ്മൂക്കൊക്കെ അറിയില്ല, എനിക്കും അറിയില്ലല്ലോ. ലാസ്റ്റ് അനുഗ്രഹം നമ്മൾ മുഖം ഇവരുടെ ഒരു അനുഗ്രഹമുണ്ട്. അത് പുള്ളി നല്ല ഗംഭീരമായിട്ടൊക്കെ ഒരു സീക്വൻസ് കണ്ടിട്ട് ജോണി ചേട്ടൻ്റെ കണ്ണ് പറഞ്ഞിട്ട് ജോണി ചേട്ടൻ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചൊരു സീൻ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കണ്ണ് പറയണമെന്ന് പറഞ്ഞത്. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് ജോണി ചേട്ടൻ. കൊറോണ അവയർനെസ്സിനെ കുറിച്ചുള്ള ഒരു ആഡിൽ ഒരു അമ്മാവനായിട്ട്, അതായത് മരുമോടെ കല്യാണത്തിന് വന്നിട്ട് കൂടാൻ പറ്റാതെ മോളെ ബ്ലെസ്സിങ് ഉണ്ടാവും, ബ്ലെസ്സിങ് ഓർമ്മയുണ്ടോ? അത് കണ്ടിട്ടാണ് ഖാലിദ് റഹ്മാൻ എനിക്ക് വിളിച്ചിട്ട് ലവ് എന്ന് പറഞ്ഞ ഒരു സീൻ തരുന്നത്. ആ സീൻ കണ്ടിട്ട് എന്നെ തമിഴിൽ നിന്ന് 3 പടങ്ങൾക്ക് തമിഴിൽ നിന്ന് വിളിച്ചു. ഒറ്റ സീൻ അല്ല സാർ, അന്ന് ലവ് സീനില്ല. അതേമാതിരി ഏത് പടങ്ങൾക്കായിരുന്നു? ആരായിരുന്നു സംവിധായകര്? ജോണി ആന്റണി പോലത്തെ ഒരു നടൻ കോമഡി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കട്ടയ്ക്ക് നിൽക്കേണ്ട ഒരു വെല്ലുവിളിയും കൂടെ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? പറഞ്ഞത് ഞാൻ എന്റെ പാട്ടിലോറി എന്റെ പൊന്നെ വെച്ച് നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുക. ഗുണ്ടജയില് ജോണി ചേട്ടൻ വന്നപ്പോഴാണല്ലോ കേട്ടോ ഒന്ന് സിനിമയ്ക്കൊരു ലൈവ് വന്നത്. ഞാൻ എന്റെ കാശ് കൊടുത്തു, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല വിചാരിക്കുന്നത്. എനിക്ക് പൈസ കുട്ടി കൊടുത്തു. പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ UK എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി റോണി ഡേവിഡ്, രഞ്ജിത്ത് സജീവ്, ജോണി ആന്റണി, ഡയറക്ടർ അരുൺ വൈഗ. നല്ല ഫ്രഷ് പേരാണ് UK. സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് തന്നെ നല്ല ഫ്രഷ് ആയിരുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊന്ന് പറയുമോ? കാരണം ഈ ടൈറ്റിൽ അനൗൺസ്മെന്റ് തന്നെ പ്രേമം ടീമിന്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പ്രേമം ടീമാണ്. നമ്മള് ഈ പടം നമുക്ക് മാർക്കറ്റ് ചെയ്യാന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ പ്രേമം ടീച്ചറായിട്ട് ഒരു ബന്ധമില്ല ഈ സിനിമയ്ക്ക്. അതാണ് അതിന്റെ ഫ്രഷ്നെസ്. കാരണം നമ്മൾക്ക് ഇതിൽ വർക്ക് ചെയ്ത കുറെ ടെക്നീഷ്യൻസ് ഉണ്ട്. വിഷ്ണു ഗോവിന്ദാണ് സൗണ്ട് ഡിസൈനർ, അറിയാലോ. പ്രേമത്തിലാണ് ഏറ്റവും നന്നായിട്ട് ഓഡിയോഗ്രാഫി. പിന്നെ ആൽഫോൺസ് പുത്രൻ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശബരീഷ് വർമ്മയാണ് എൻ്റെ ലിറിക്സ്. രാജേഷ് മുരുകേശൻ ആണ് മ്യൂസിക് ഡയറക്ടർ. പിന്നെ അതിൽ ഒരു ഗുണ്ടജയൻ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഫ്രണ്ട് സർക്കിൾ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിവിൻ പോളിയും കൂടി വരാനുള്ളൂ. അപ്പോൾ അത്രയും ഒരു ആൾക്കാർ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു കാര്യം വരുന്നുണ്ടോ? ഇല്ല, സസ്പെൻസ് ആയിട്ടിരിക്കുന്നു. അത് പറഞ്ഞ വൈറലാവണമെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്തായാലും അത് അങ്ങനൊരു മാർക്കറ്റിംഗ് പരിപാടി പിടിച്ചാൽ ജോണി ചേട്ടൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് ഭയങ്കര ഫണ്ണായിട്ട്. ഈ സിനിമ ഒട്ടും ഫണ്ണ് അങ്ങനെ ഇപ്പം ജോണി ചേട്ടൻ്റെ ചില റിയാക്ഷൻസിന് അല്ലെങ്കിൽ ചില ഡയലോഗ്സിനൊക്കെ എന്തെങ്കിലും ചിരിച്ചാൽ അത്രയുള്ള ഹ്യൂമറുള്ളൂ പടത്തിൽ. പക്ഷെ നമ്മൾ വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ടൈറ്റിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു പ്രേമത്തിൻ്റെ വൈബിൽ അങ്ങനെ പ്രേമം വീട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആ പരിപാടി പിടിച്ചത്. അത്യാവശ്യം വർക്കായത് ആ പരിപാടി. അതെ. അതിനകത്ത് എനിക്ക് ആ ടൈറ്റിൽ അനൗൺസ്മെന്റ് കണ്ടപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ജോണി ചേട്ടൻ അതിനകത്ത് പറയുന്നുണ്ടല്ലോ എൻ്റെ ചെറുപ്പകാലവും കൂടി സിനിമയിൽ കാണിക്കുന്നുണ്ടെന്ന്. ശരിക്കും അതുണ്ടോ? അത് കാണാൻ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട്. ജോണി ചേട്ടൻ്റെ ചെറുപ്പകാലം കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളതൊരു ഫൺ പോലെ ജോണി ചേട്ടൻ പറഞ്ഞ എൻ്റെ ചെറുപ്പകാലം ഞാൻ തന്നെ പെർഫോം ചെയ്തത്. അത് ആ സമയത്ത് കിട്ടിയൊരു ഫണ്ണാണത്. അങ്ങനെ ഭയങ്കര ചെറുപ്പമുണ്ട്. ഇപ്പോൾ ജോണി ആന്റണി എന്നൊരു നടൻ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരു നായക നടനാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നടൻ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്യുമ്പോഴാണ് നമ്മളുടെ പെർഫോമൻസും കൂടെ കൂടുതൽ മെച്ചപ്പെടുന്നതെന്ന്. അപ്പോൾ ജോണി ആന്റണി പോലത്തെ ഒരു നടൻ കോമഡി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കട്ടയ്ക്ക് നിൽക്കേണ്ട ഒരു വെല്ലുവിളിയും കൂടെ ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? പറഞ്ഞത് ഞാൻ എന്റെ പാട്ടിലോറി എന്റെ പൊന്നെ വെച്ച് നമ്മൾ എങ്ങനെ ജീവിച്ചു പോകുക. കോമഡി സീക്വൻസ് അത്രക്കില്ല, പക്ഷെ ഒരുപാട് ഇമോഷണൽ സീക്വൻസ് ഉണ്ട്. ഒരു അച്ഛൻ മകന്റെ കെമിസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരുപാട് സീക്വൻസ്. അത് ശരിക്കും ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഒരു കാര്യം ഇടുമ്പോൾ ഞാൻ അതിൽ മാച്ച് ചെയ്യാൻ പോകുമ്പോഴേ ആ മറ്റേ സീൻ മൊത്തമായിട്ട് ഒരു ലൈവ്ലിനെസ് വരത്തുള്ളൂ. അത് അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചുകൂടി ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂമെന്റ്സ് ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉണ്ട്. പക്ഷേ
അത് കോമഡിക്ക് മാത്രമല്ല, ഇത് എല്ലാ ഇമോഷനിലും ഒരു 2 ആക്ടേഴ്സ് ഒരു ഗിവ് ആൻഡ് ടേക്ക് നല്ല രീതിയിൽ കൊടുത്താൽ അത് സീൻ എലിവേറ്റ് ആവും. അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ജോണിച്ചേട്ടൻ്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ കുറച്ചൊരു ഭയങ്കര തഴക്കമൊക്കെ വന്ന അങ്ങനത്തെ ഒരു, ഇപ്പം നമ്മൾ ചില ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ഒരാളൊക്കെ ചെയ്യണ പോലത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് റോയിച്ചൻ. ഇത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പോസ്റ്റർ കണ്ട് അറിയാൻ പറ്റും. മറ്റേ രഞ്ജിത്താണ് ഹീറോ എങ്കിലും അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജോണിച്ചേട്ടൻ്റെ. എനിക്ക് സ്ഥിരം ജോണിച്ചേട്ടൻ്റെ സിനിമകൾ നമ്മൾ കാണണം, ഹ്യൂമർ കാണണം, ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യണതാണ്. ജോണിച്ചേട്ടൻ വെറുതെ ഇപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ 2.25 മണിക്കൂർ സംസാരിച്ച്, അപ്പോഴൊരു 10 പ്രാവശ്യം ഞാൻ ചിരിച്ച്. ഞങ്ങൾ എന്നോട് വഴക്ക് പറയാറുണ്ട്, പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജോണിച്ചേട്ടൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ജോണിച്ചേട്ടനെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കണം. അത് ഗുണ്ടജയിലിൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരും ജയിലിൽ കുറച്ച് കോഴിത്തരമൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, അപ്പൊ ആ ഹ്യൂമർ എനിക്ക് ഇഷ്ടം. അപ്പൊ ജോണിച്ചേട്ടൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഹ്യൂമറാ എല്ലാവരും ജീവിതത്തിലും അങ്ങനെയാണ്, എപ്പോഴും നമ്മൾ ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പോഴുള്ള ചില മാനറിസങ്ങളുണ്ട് ജോണിച്ചേട്ടൻ്റെ, ചില ജെർക്കിങ്സ്, ഒരു ബോഡി ലാംഗ്വേജിൻ്റെ ഒക്കെ, അത് നമ്മൾ പുരുഷനിൽ ആക്ച്വലി കൊണ്ടുവന്നു. പക്ഷേ ഈ റോയിച്ചൻ്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ജോണിച്ചേട്ടൻ നമ്മൾ സ്ഥിരം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളത് ചിരിപ്പിച്ചുകൊണ്ടിരിക്കണ പോലത്തെ ഒരാളെയല്ല റോയിച്ചൻ. അയാളൊരു മീറ്റർ ഉണ്ട്, അയാളൊരു ഭയങ്കര സ്നേഹമുള്ള ഒരു അപ്പനാണ്. ഒപ്പം അയാളുടെ ചില പിടിവാശികളുണ്ട്, അയാൾ ലൈഫിലൊരു ലക്ഷ്യമുണ്ട് പുള്ളിക്ക്, അതിന് വേണ്ടിയിട്ട് ഇരിക്കണം. ഇപ്പോൾ ടൈമിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജോണിച്ചേട്ടൻ കൂടുതൽ ഇമോഷൻ സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ജോണിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു സീക്വൻസ് കണ്ടിട്ട് ജോണിച്ചേട്ടൻ്റെ കണ്ണ് പറഞ്ഞിട്ട് ജോണിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിച്ചൊരു സീൻ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ കണ്ണ് നിറയണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആണ് ജോണിച്ചേട്ടൻ. അപ്പം ഞാനും അങ്ങനെയാണ് വിചാരിച്ചത്, ഒരു ഹ്യൂമർ ഞാൻ ചെയ്യിച്ച് ഗുണ്ടജനിൽ ചെയ്യിച്ചിട്ട് ഇനി അടുത്ത ജോണിച്ചേട്ടനൊരു പടം വരുമ്പോൾ എനിക്ക് ജോണിച്ചേട്ടനിൽ എന്തെങ്കിലും വേറൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് ഇമോഷൻസ് ആണ്. ചില സമയത്ത് വീട്ടിലെ കാര്യമൊക്കെ പണ്ടത്തെ കാര്യം പറഞ്ഞ് ജോണിച്ചേട്ടൻ നമ്മളോട് സംസാരിക്കും. അപ്പം നമ്മൾ ചിരിപ്പിക്കുന്നത് ജോണി ആൻ്റണി അല്ല അവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു അപ്പനെ ഉണ്ടാക്കാൻ നോക്കി, അത് ഗംഭീരമായിട്ട് ജോണിച്ചേട്ടൻ അത് ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. ഇപ്പോൾ ഞാൻ പറയുന്നത് അറിയാം, ഇപ്പോൾ രഞ്ജിത്തുമായിട്ടുള്ള അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുമല്ലോ രഞ്ജിത്ത് പുതിയൊരു ആളാണ് സംഭവം എന്നുള്ളൊരു രണ്ട് രീതിയിലുള്ള അപ്പൻ്റെ രീതിയല്ല മകന്. അപ്പം പക്ഷേ ഇവർ രണ്ടുപേരും അപ്പനും മകനുമാണ് താനും. അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു കോമ്പിനേഷനിൽ രഞ്ജിത്ത് തീർച്ചയായിട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ ഈ പറഞ്ഞ പോലെ വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഇത് നന്നാക്കാൻ പറ്റിയത്. പിന്നെ ഞാൻ അങ്ങനെ നിന്നുകൊണ്ടാണ് രഞ്ജിത്തിനും ഇങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കാൻ തോന്നുന്നത്. നമ്മളെപ്പോഴും ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ആളുകൾ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഒരുപാട് കാലം അഭിനയിച്ചിട്ടുള്ള ഒരാളുടെ, ഇപ്പോൾ റോണിയുടെ ഞാൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് രഞ്ജിത്തിൻ്റെ അടുത്ത് തോന്നുന്നത്. ഒരിക്കലും റോണി ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ആളാണല്ലേ. കോമഡി പറയുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് വളരെ ഗൗരവമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ റോണി ചേട്ടനും ഈ സിനിമയിൽ തന്നെ റോണി ചേട്ടനും ഈ ജോണി ചേട്ടനും തമ്മിലുള്ള കോംബോ സീൻസ് ഉണ്ടല്ലോ, അതിന്റെ എങ്ങനെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് വേണ്ടോ. എന്താ ഞാൻ പറഞ്ഞില്ല, ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇപ്പം ഇമോഷനാണ്, ഹ്യൂമറല്ല, ഇമോഷനും കൊണ്ടൊരു കൊടുക്കരുത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരും അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല റോളാണ്. എനിക്ക് പടം കണ്ടു നോക്കും, നിങ്ങൾക്ക് എവിടെയെങ്കിലും എനിക്ക് എൻ്റെ കരിയർ കിട്ടിയിട്ടുള്ള നല്ല റോളുകളിൽ ഒന്നാണ് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്നാ പറയണ്ട, അങ്ങനെ ഭയങ്കര അങ്ങനൊന്നുമില്ല, ചെയ്തു പോകുന്നു. ഇപ്പോൾ ജോണി ചേട്ടൻ ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ചേട്ടനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെ സന്തോഷത്തോടെ കൈയടിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു നടൻ എന്നുള്ള നിലയിൽ ഇപ്പം വടിവേലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമനൻ എന്ന സിനിമ, അതുപോലെ തന്നെ കലാഭവൻ മണി ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, ഇവരെല്ലാം കോമഡിയിലൂടെയാണ് സിനിമയിൽ തുടക്കം വന്നതെങ്കിലും പിന്നീട് അവർ കൂടുതൽ ഗൗരവമുള്ള റോളുകൾ ചെയ്യും, ഇമോഷണൽ രംഗങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ അംഗീകാരം കിട്ടിയത്. അതുകൊണ്ട് കൂടിയാണോ ഇനി കോമഡിയുടെ ട്രാക്ക് വിട്ട് കുറച്ചുകൂടി ഗൗരവമുള്ള റോളുകൾ ചെയ്യണം, എന്നാൽ മാത്രമേ പ്രേക്ഷകർക്കിടയിൽ ഒരു നടനെന്ന നിലയിൽ കൂടുതൽ അംഗീകരിക്കപ്പെടൂ, അങ്ങനെ ഒരു തോട്ട് ചേട്ടനുണ്ടോ? ഇതൊക്കെ സത്യമായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്തു പോകുന്ന ഒരാളാണ്. ഞാൻ ആദ്യം ഒരു ഇമോഷണൽ ഒരു വേഷം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കൊറോണ സമയത്ത് ഒരു ആഡ്, അതായത് കൊറോണ അവയർനെസ്സിനെ കുറിച്ചുള്ള ഒരു ആഡിൽ ഒരു അമ്മാവനായിട്ട്, അതായത് മരുമോടെ കല്യാണത്തിന് വന്നിട്ട് കൂടാൻ പറ്റാതെ മോളെ ബ്ലെസ്സിങ് ഉണ്ടാവും, ബ്ലെസ്സിങ് ഓർമ്മയുണ്ടോ? അത് കണ്ടിട്ടാണ് ഖാലിദ് റഹ്മാൻ എനിക്ക് വിളിച്ചിട്ട് ലവ് എന്ന് പറഞ്ഞ പടത്തിൽ ഒരു സീൻ തരുന്നത്. ആ സീൻ കണ്ടിട്ട് എന്നെ തമിഴിൽ നിന്ന് 3 പടങ്ങൾക്ക് തമിഴിൽ നിന്ന് വിളിച്ചു. ഒറ്റ സീൻ അല്ല സാർ, അന്ന് ലവ് സീൻ ഇല്ല അതേമാതിരി. ഏത് പടങ്ങൾക്കായിരുന്നു? ആരായിരുന്നു സംവിധായകര്? ഞാൻ പറഞ്ഞാലും പിന്നീട് അത് നടന്നില്ല. അത് പറഞ്ഞാൽ ഒന്ന് അഹമ്മദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ വിളിച്ചു, പിന്നെ വിഷ്ണു വിശാലിൻ്റെ ഒരു പടത്തിന് വിളിച്ചു, ലാസ്റ്റ് നമ്മുടെ
എന്നെ ബാലാജി ആർ ജെ ബാലാജിയുടെ ആർ ജെ ആർജെ ബാലാജി ബാലാജി ആർ ജെ ബാലാജിയുടെ ആയിരുന്നു. സൂര്യയുടെ പടം. അപ്പോൾ അത് അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കത് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ അതിനകത്ത് നല്ല ഇമോഷൻ ഉണ്ടായിരുന്നു. പിന്നെ ലവ് പോലെ തന്നെ ആയിരുന്നു അഴകൻ. അങ്ങനെ കുറേ ഇമോഷൻ പരിപാടികൾ ഞാൻ കുറേ ചെയ്തു. ഇതിനകത്ത് കുറച്ചുകൂടെ ഇമോഷൻ്റെ അല്ല, ഒരു അരുൺ മുമ്പേ പറഞ്ഞതുപോലെ ക്യാരക്ടർ അങ്ങനെയാണ്. നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നടക്കാത്തതിനുണ്ടാകുന്ന ഒരു നടക്കണം, അതെല്ലാം നല്ല പോസിറ്റീവ് തിങ്കിങ്ങാണ്. പക്ഷേ അങ്ങനത്തെ ചില അപ്പന്മാരില്ലേ, അതോടങ്ങ് ചെയ്താൽ പിന്നെ എന്തെങ്കിലും മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ജീവിക്കുന്ന ആളുകളില്ലേ, അതെനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം എനിക്ക് ചുറ്റുമുള്ളവർ അങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ അപ്പനും ചേട്ടനും അമ്മായിപ്പനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടൊരു അഭിപ്രായം അതെ പറയാം. തന്നെ, തീർച്ചയായിട്ടും. രഞ്ജിത്ത്, ഇപ്പോൾ കൽബ് അതുപോലെ തന്നെ മൈക്ക്, ഈ 2 സിനിമകൾക്ക് ശേഷം ചെയ്ത ഗോളം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കാരണം ഞാൻ വലിയൊരു എക്സ്പെക്റ്റേഷനൊന്നും ഇല്ലാതെ കണ്ട സിനിമയാണ്, പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം അത് ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ പ്രാക്ടിക്കൽ നോളേജും അതുപോലെ തന്നെ സയൻറ്റിഫിക് നോളേജും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ, മർഡർ പ്ലാനിങ്. അപ്പം എനിക്ക് തോന്നുന്നത് രഞ്ജിത്തിന് അത്യാവശ്യം ഫീമെയിൽ ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ കമ്മിങ് ഓഫ് ഏജ് സിനിമകൾക്കല്ല ഫാൻസ് കൂടിയത്. ഈ ഗോളം കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു രഞ്ജിത്തിന് ഫീമെയിൽ ഫാൻസ് കൂടിയതല്ലേ? കൂടുതൽ ഗൽബാണ്. കാര്യം പക്ഷെ ഗോളത്തിന് ശേഷമല്ലേ കുറച്ച് കൂടുതൽ ഫാൻസ് കൂടിയത്? ഗോളമ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വിജയപ്പെട്ട ഒരു പടം. കൽബ് OTT-ൽ വന്നപ്പോഴാണ് കുറച്ചുകൂടി റീച്ച് കിട്ടിയത്. സോ അങ്ങനെ പറഞ്ഞാൽ യെസ്, മേ ബി ഗോളം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫാൻസ് കൂടിയത്. പക്ഷേ ജോണി ചേട്ടനെ കടത്തി വെട്ടാൻ പറ്റത്തില്ല. അല്ല, പക്ഷേ രഞ്ജിത്തിനെ കണ്ടപ്പോൾ ഇതിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ ഇപ്പൊ നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ഉള്ള ആളുകൾ ഗോളത്തിലല്ലേ അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഗോളം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തിയേറ്ററിലും പിന്നെ OTT-ലും നന്നായിട്ട് കൽബ് നമ്മള് കോഴിക്കോടൊക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോ രഞ്ജിത്ത് എന്നല്ല, ഒരു കാൽപ്പോ എന്നാ വിളിക്കണേ. ഞങ്ങൾ എല്ലാ കോളേജുകളിലും കാൽപ്പോ തുമ്പി എന്തി ഫുൾ ഗൽബ്. ഞാനിപ്പോ ലാസ്റ്റ് ഒരു പ്രൊമോഷൻ രഞ്ജിത്ത് ഉണ്ടായില്ല, ഞങ്ങളൊരു ബീച്ച് ഫെസ്റ്റിന് പോയി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ നായകനെ ഗൽബിലെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് കൈഡി പറയും. അല്ല, പിന്നെ പറഞ്ഞ പോലെ തന്നെ ഈ 3 പടങ്ങളും ഒരു വ്യത്യസ്തത ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സിനും. അതുപോലെ തന്നെ ഞാൻ യൂക്കിനും പിടിക്കാൻ നോക്കിയത്, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഷെയ്ഡ് കൊണ്ടുവരാൻ നോക്കിയത്. അത് ആരും കഥ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഇതെന്ന് പറഞ്ഞ ഒരു ലവ് സ്റ്റോറി അല്ലേ, ഇതൊരു സോഷ്യൽ റെലവൻറ്റ് സബ്ജക്ട് ഡിസ്കസ് ചെയ്യുക, പക്ഷെ നല്ലൊരു ഫാമിലി ഡ്രാമയാണ്. ഇതൊരു ബോയ് നെക്സ്റ്റ് ഡോർ, ഇത്രയും നാട്ടുപുറത്തുകാരൻ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി. പറഞ്ഞ പോലെ എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്, എല്ലാവർക്കും ഒരു സ്വപ്നങ്ങളുണ്ട്, അതിന്റെ പിന്നാലെ അത് നീളം നടക്കുന്ന ഒരു വ്യക്തി. അങ്ങനത്തെ കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ചാലഞ്ച് ആയിട്ട് ഏറ്റെടുത്തു. എന്നെ ഒരു ആർട്ടിസ്റ്റായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. നമുക്ക് രഞ്ജിത്തിനെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ കൂടുതലും ഒരു അർബൻ ഫീച്ചേഴ്സ് ആണ്. അപ്പം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും നമ്മൾ കാണുന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ മാറി കുറച്ചൊരു അർബൻ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കാം ഈ ഗോളത്തിലെ ഒരു പോലീസ് ഇൻസ്പെക്ടർ, IPS പോലീസ് ഇൻസ്പെക്ടർ പെട്ടെന്ന് ക്ലിക്ക് ആവാൻ സാധ്യത. ഇപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഏത് തരത്തിലുള്ള റോളും കൈകാര്യം ചെയ്യണം. പക്ഷെ ആ ഒരു IPSകാരൻ്റെ റോള് ക്ലിക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ തുടർച്ചയായിട്ട് അത്തരം റോളുകളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഡെഫിനറ്റ്ലി ഒരുപാട്. കാരണം ഇപ്പൊ എല്ലാ പടങ്ങളായാലും നമുക്ക് ഒരു ക്യാരക്ടർ ക്ലിക്ക് ആയാൽ അത് കാരണമായിരിക്കും നമുക്ക് വേറെ ഒരു വീട് കിട്ടുന്നത്. കാരണം ഇപ്പം ജോൺ ചേട്ടൻ പറഞ്ഞ പോലെ ലവിന്റെ ഒരു സീൻ കാരണം അങ്ങനത്തെ ഒരു സിമിലർ കോൾ ബാക്സ് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ ഒരു ആക്ടറായിട്ട് നമ്മളെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മളെപ്പോഴും പുതിയ ഗ്രൗണ്ട്സ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം. അത് വിജയിക്കുമോ അതോ അത് വിജയിക്കത്തില്ലെന്ന് അത് ഓഡിയൻസിന്റെ കയ്യില്ല. പക്ഷെ നമുക്ക് ആ എക്സ്പെരിമെന്റ് എടുക്കാൻ ഒരു തയ്യാറെടുപ്പ് വേണം, എന്നാലും ഒരു ആക്ടർ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ചെയ്ത കാര്യം സ്ഥിരമായിട്ട് എത്ര നല്ലതായാലും അത് ചെയ്തുകൊണ്ടിരുന്ന അതിന്റെ ഒരു ചാർമോ അത് ഓൾഡായി പോകും. നമ്മൾ ഒരു പുതിയ ആയിട്ട് എന്നാലും, കാരണം ഈ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉറപ്പില്ലാത്തൊരു ഇൻഡസ്ട്രി, ഡൈനാമിക് ഇൻഡസ്ട്രിയാണ്. കാരണം ആൾക്കാർ എപ്പോഴും വന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു സ്ഥാനത്തിലെത്തി ആ സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്ന് ഒരു ഉറപ്പുമില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. സോ അതും വിചാരിച്ച ഞാൻ റോൾസ് ചൂസ് ചെയ്യുന്നത്. റോണി ചേട്ടാ, ഇപ്പൊ കണ്ണൂർ സ്കോഡ് ആ സമയത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്തതാണ്. ആ സമയത്ത് കരിയറിൽ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് തന്നെ പറയാവുന്ന ഒരു സിനിമയാണ്. അതിനുശേഷം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് റോണി ചേട്ടൻ്റെ ഒരു മാസ് പെർഫോമൻസിനായിട്ട്. അത് ഓൺ സ്ക്രീനിൽ മാത്രമല്ല എഴുത്തിലും കൂടെയുള്ള ഒരു മാസ് പെർഫോമൻസ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ എന്താ പറയുക, പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണ്ട ഒരു സാധനമാണ് എഴുത്ത്. നോക്കട്ടെ, എൻ്റെ നടക്കുന്നുണ്ടല്ലേ? നടക്കുന്ന എൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ റോബിയും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഞാനുണ്ട്. ഉറപ്പാണോ?
ഉറപ്പാണോ? ഡയറക്ടർ തീരുമാനിക്കട്ടെ, നമ്മളല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ CID മൂസ 2-ലും റോണിച്ചേട്ടൻ പിന്നെ ഉണ്ടാവും. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമല്ലോ. അതൊരു ഗീവ് ആൻഡ് ടേക്ക് എന്തായാലും ഇവരുടെ കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അരുൺ, ഇപ്പം നമ്മൾ ഈ റൊമാൻറ്റിക് സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ പൊതുവേ ഞാൻ പ്രേക്ഷക എന്നുള്ള നിലയിൽ ഈ കമ്മിങ് ഓഫ് ഏജ് സിനിമകൾ കാണുമ്പോൾ ആ സിനിമകൾക്കെല്ലാം ഒരു മെലോ ഡ്രാമ സ്വഭാവമുണ്ട്. പ്രത്യേകിച്ചും ഈ ഇമോഷണൽ സീൻസ് ആണെങ്കിലും അതൊരു ഫാമിലി റിലേറ്റഡ് സ്റ്റോറീസ് ആണെങ്കിലും മെലോ ഡ്രാമ സ്വഭാവമുണ്ട്. ആ മെലോ ഡ്രാമ ഇരിക്കുമ്പോൾ തന്നെ അതിനെ എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കുന്നു എന്നതിലാണ് ഒരു ഡയറക്ടറിൻ്റെ മികവിരിക്കുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ആ സിനിമയെ കുറച്ചൊന്നൊരു നമുക്കൊരു അടുപ്പം തോന്നത്തുള്ളൂ. അല്ലാതെ ഒരുപാട് ഈ മെലോ ഡ്രാമാറ്റിക് ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു പറയുകയാണെങ്കിൽ ഒരു ക്രിഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു എത്രത്തോളം കൺവിൻസിംഗ് ആയി ഈ ഒരു മെലോ ഡ്രാമയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാമെന്നുള്ളതാണല്ലോ ഒരു ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി. അതെങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ ഇഷ്ടം കുറച്ച് റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. പക്ഷേ ഗുണ്ടജയൻ നമ്മൾ ഡിസൈൻ ചെയ്തൊരു ലൈവായിട്ടുള്ളൊരു കല്യാണം ഇത്. അത് ഒരു പരിധിവരെ നമുക്ക് അതിൽ നമ്മുടെ ഗുണ്ടജയില് ജോണിച്ചേട്ടൻ വന്നപ്പോഴാണ് കേട്ടോ ഒന്ന് സിനിമയ്ക്കൊരു ലൈഫ് വന്നത്. ഇത് എനിക്ക് തോന്നുന്നേ, ഇത് കാണുന്നവർ വിചാരിക്കും ഞാനെന്തോ കാശ് കൊടുത്തു. ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. വിചാരിക്കരുത്, ഞാൻ 5 പൈസ കുട്ടി കൊടുത്തിട്ടില്ല. നമ്മളുകൊണ്ട് അവിടെ കുറച്ച് റിയലിസ്റ്റിക് ആൾക്കാർ, ഇപ്പൊ കുടുംബശ്രീയിലെ ചേച്ചിമാര് അങ്ങനെയൊക്കെയാണ് ചേർത്തലയിൽ ഓഡിഷനൊക്കെ ചെയ്തത്. അതിൽ ജോണിച്ചേട്ടന്റെ ക്യാരക്ടറും പിന്നെ നമ്മുടെ കേണലിന്റെ ക്യാരക്ടറും ഇവരാണ് കുറച്ച് അഴിഞ്ഞാറുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ബാക്കി എല്ലാവരും കുറച്ചൊരു റോ ഇതാണ്. സുധീർച്ചേട്ടൻ്റെ സുധീരേട്ടൻ അത് നമ്മളങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തപ്പോൾ പലരും എടുത്ത് വെച്ചു ഇതിൽ സ്യൂട്ട്. ഇപ്പൊ കിരൺദാസ് ആർന്ന് എഡിറ്റർ. അപ്പൊ അയാളോട് നമ്മളിങ്ങനെ റോ സാധനം ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ വർക്കൗട്ട്, അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഫൺ കിട്ടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ ഐഡിയ കിട്ടിയ സാധനമാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ആക്ച്വലി ഒരിക്കലും ഒരു നമുക്കങ്ങനെ റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് പറയാൻ പറ്റത്തില്ല. പിന്നെ ഡ്രാമ സിനിമകൾ എന്ന് പറഞ്ഞാൽ മെലോ ഡ്രാമ എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് ചെയ്യണ നമ്മൾ പടങ്ങൾ ഒരിക്കലും റിയലിസ്റ്റിക് ടൈപ്പ് ഓഫ് സിനിമകളല്ല. പണ്ട് മുതൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ആയാലും മമ്മൂക്കേൻ്റെ ആയാലും നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജനറേഷൻ. ഇപ്പോൾ ഹൃദയം സിനിമ, ഹൃദയം നമ്മുടെ ഭയങ്കര ഹിറ്റ് അടിച്ച സിനിമയാണ്. ആക്ച്വലി സിനിമയിൽ ഒരു മാജിക് ഉണ്ട്. അത് വേറെ ആരെങ്കിലും ചെയ്ത് അത്ര വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. തൂവാനത്തുമ്പികളൊക്കെ നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യണമല്ലോ. തൂവാനത്തുമ്പികൾ ഞാൻ എനിക്ക് തോന്നുന്നത് 100 പ്രാവശ്യം ഞാൻ ഏറ്റവും കുറഞ്ഞുണ്ട്. എൻ്റെ ഫേവറേറ്റ് സിനിമയാണ് തൂവാനത്തുമ്പികൾ. ഇപ്പൊ പ്രേമോ സിനിമ അല്ലെങ്കിൽ പിന്നെ ഇതാണ്ടിയൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. പക്ഷെ ചെയ്യുമ്പോൾ നമുക്ക് ആഗ്രഹം ഇതുപോലത്തെ റിയലിസ്റ്റിക് സിനിമകൾ ചെയ്യാനാണ്. പക്ഷെ ഈ ഡ്രാമ സിനിമകൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. 1 മീറ്റർ അങ്ങോട്ട് കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ നിൽക്കാണ്ട് പോകും. അത് താഴ്ന്നും പോകാൻ പാടില്ല. ഇപ്പം നമ്മളെല്ലാവരും പറയും ഭയങ്കര റിയലിസ്റ്റിക് സിനിമകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ശരിയാണ്, റിയലിസ്റ്റിക് സിനിമകൾ എന്ന് വെച്ചാൽ നമ്മൾ കണ്ട കാഴ്ചകൾ, നമ്മൾ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിന് നമുക്ക് അതുപോലെ തന്നെ മതി. പക്ഷേ ഡ്രാമ ചെയ്യുമ്പോൾ കുറച്ചൊരു മീറ്റർ കയറി നമ്മൾ ഇപ്പോൾ തേന്മാൻകൊമ്പത്തെ സിനിമ, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ ഭയങ്കര ഇപ്പോഴും മണിച്ചിത്താഴ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഒരു ഡോക്യുമെൻ്ററി കണ്ടന്റ് നമ്മൾ പറയുന്നുണ്ട്. ഇത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഇതിൻ്റെ മെയിൻ തീം. അത് നമ്മൾ കംപ്ലീറ്റ് പോലെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ടൈറ്റിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ ഈ സീക്വൻസ് നമുക്ക് കുറച്ച് മ്യൂസിക്കലി ബിൽഡ് ചെയ്ത് മേക്ക് ചെയ്ത് കുറച്ച് ഇതുപോലത്തെ ഇമോഷണൽ സീക്വൻസ് കയറ്റി ഒരു പാട്ട്, ഡാൻസ്, ഇങ്ങനെ പറഞ്ഞിട്ട് എൻഡിൽ പറയുന്ന സെക്കൻഡ് ഹാഫ് ടോട്ടലി ഡിഫറെൻറ്റാണ്. ഫസ്റ്റ് ഹാഫായിട്ടൊരു ബന്ധമില്ലാത്ത പോലത്തെയാണ് സെക്കൻഡ് ഹാഫിനോട് പിടിക്കുന്നത്. അപ്പോൾ അതിന് ആ രീതിയിലാണ് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചായിരുന്നു. എത്രത്തോളം സക്സസ് ആയെന്നുള്ളത് സിനിമ കണ്ടാലും അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ പടം ഭയങ്കര ചലഞ്ചായിരുന്നു. ഞാൻ ആഗ്രഹിക്കണ പോലെ, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് മേക്ക് ചെയ്യണ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയല്ല ഞാൻ ചെയ്തത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇതിൻ്റെ ഒരു രസം വേറെയാണ്. ഇവരൊക്കെ ഒരു സജഷൻസ് എടുത്തിട്ടുണ്ട്. എൻ്റെ 1-2 സുഹൃത്തുക്കളുടെ സജഷൻസൊക്കെ വെടിച്ച് ചെയ്തത് ഞാൻ തന്നെ. അങ്ങനെ കുറേ ആൾക്കാർ ഇതിൽ ഇൻവോൾവ് ആയി നിൽക്കുന്നുണ്ട്. ഫൈനലി അത് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ ഹാപ്പിയാണ്. ബാക്കി തിയേറ്ററിൽ പറയാം. ജോണി ചേട്ടാ, ഇപ്പോൾ മമ്മൂക്കയുടെ ശാന്തമീ രാത്രി എന്നുള്ള ഡാൻസ് ഉണ്ടല്ലോ, അത് വീണ്ടും ട്രെൻഡിങ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ജോണി ചേട്ടൻ സംവിധാനം ചെയ്ത തുറുപ്പുകുലാനിൽ മമ്മൂക്ക ഡാൻസ് പഠിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനൊക്കെ ആവർത്തിച്ച് ഈ ട്രോളന്മാർ ആ രംഗങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയും ഡാൻസും പ്രേക്ഷകർക്കെല്ലാം എപ്പോഴും താല്പര്യമുള്ളൊരു വിഷയമാണ്. അപ്പോൾ മമ്മൂക്കയെ ഡാൻസ് കളിപ്പിച്ചതും ആ ഒരു സീൻ ഷൂട്ട് ചെയ്തുള്ള ഒരു അനുഭവം ഒന്ന് പറയാമോ? ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ള, എന്നാലും ഈ പറഞ്ഞ പോലെ പിന്നെ ശരിക്കും തുറുപ്പുകുലാൻ്റെ കഥ പിന്നെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. ഫസ്റ്റ് ഡേ എടുക്കുന്ന മമ്മൂക്കയുടെ ഇൻട്രഡക്ഷൻ ഫൈറ്റ് എന്നാണ് വെച്ചേക്കുന്നത്. ക്ലബിൽ നടക്കുന്ന ഫൈറ്റ്. അപ്പം ഞാൻ ഈ പറഞ്ഞ നമുക്ക് ഡാൻസ് ചെയ്യിക്കണം. ഞാൻ ചുമ്മാ ഒരു ദിവസം അങ്ങനെ വൈകുന്നേരം മമ്മൂക്കയുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ഉദയനോട് ആദ്യം സൂചിപ്പിച്ചു, റൈറ്ററിൽ ഒരാളോട്, നമുക്ക് ഡാൻസ് ക്ലാസ് പഠിക്കാൻ വിട്ടാലോ, ഡാൻസ് ക്ലാസ് വിട്ടാലോ പഠിക്കുന്നത്. എവിടെ പോയി ഗുലാൻ?
അയ്യോ ഒരു ഡാൻസ് പഠിക്കാൻ പോയേക്കുക അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്താലോ. അപ്പോൾ ചെറുതായിട്ട് അപ്പം സിബിക്ക് അത്ര ഇതായില്ല. പിന്നെ പ്രൊഡ്യൂസർക്ക് ജലീൽക്കയ്ക്ക് നമുക്ക് നരസിംഹം പോലെ ഒരു ഫൈറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്കിത് ഇതാണ്. അപ്പം ക്യാമറ സഞ്ജീവേട്ടൻ സപ്പോർട്ടായി. എന്നിട്ട് ജോണി അത് കലക്കും. അത് ക്യാമറ എന്തായാലും ഞാൻ എടുക്കുന്നു. ഭാഗ്യത്തിന് മമ്മൂക്കയോട് പറഞ്ഞപ്പോൾ മമ്മൂക്ക അത് തന്നെ ഫിക്സ്, ഡാൻസ് ക്ലാസ്സിൽ പോകുന്നു ഉഗ്രന. ഞാൻ തന്നെ ആ സ്റ്റെപ്പും താതൈ തിത്തിത്തൈ എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഞാൻ കാരണം എനിക്കറിയാന്ന് വെച്ചാൽ മമ്മൂക്കൊക്കെ അറിയില്ല, എനിക്കും അറിയില്ലല്ലോ. അപ്പൊ അറിയാമെന്ന് പറഞ്ഞ കറക്റ്റാവും. എന്ന് പറഞ്ഞത് ഇത്രയും ചെയ്യുന്നു. അപ്പൊ പഠിപ്പിച്ച പിള്ളേർ വന്നിട്ടുണ്ട്, പിള്ളേരുടെ ടീച്ചറുണ്ട്. അവരുടെ ടീച്ചർ ഇത് കറക്റ്റ് ഇങ്ങനത്തെ സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്യുന്നത് മതി എന്ന് പറയുന്നു. പുള്ളിയെ ചെയ്യുന്ന കുട്ടിയെ നിർത്തുന്നു. ഈ മറ്റേ ലാസ്റ്റ് ആ അനുഗ്രഹം നമ്മുടെ മുഖം ഇവരുടെ ഒരു അനുഗ്രഹമുണ്ട്, അത് പുള്ളി നല്ല ഗംഭീരമായിട്ടൊക്കെ. മഞ്ജു വാര്യരെ കുറിച്ചും ഞാൻ നാളെ ഒരു മഞ്ജു വാര്യരോ ഇതൊന്നും ആകില്ലെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ അതൊക്കെ പുള്ളി കോൺട്രിബ്യൂഷനാണ്. പിന്നെ അതിന് ഗുണം കിട്ടി. ആ ചിലങ്കയും കൊണ്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്തെടുത്തോട്ട് പോകുന്നത്. അതൊക്കെ ഒരു കണ്ടിന്യൂഷൻ. ചില ഹിറ്റ് പടങ്ങൾ ഉണ്ടാകുമ്പോൾ ചില തീരുമാനങ്ങൾ പെട്ടെന്നായിരിക്കും, അതിനൊരു തുടർച്ച കിട്ടും. അത് എപ്പോഴും നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ ചില കാസ്റ്റിംഗ് ഉണ്ട്, നമ്മൾ ഭയങ്കര ആളെ കാസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അയാളെ കിട്ടാതെ ചിലപ്പോൾ നമ്മളൊരു ആളെ വെച്ച് പിന്നീട് ചിലപ്പോൾ അയാളായിരിക്കും ആ പടത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആകുന്നത്. അതൊക്കെ വന്നു ചേരുന്നത്. അതാണ് പറഞ്ഞ സിനിമ ആരും ഉണ്ടാക്കുന്നൊന്നുമല്ല, ഉണ്ടാകുന്നത്. അതെല്ലാ സൃഷ്ടി അങ്ങനെ തന്നെയാണ്. അതങ്ങനെ ഇത് ചെയ്തു. ഈ ഡാൻസ് ക്ലാസ്സിൽ പോയ ആൾ പിന്നീട് എന്ത് തെറ്റിച്ചാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് ധൈര്യം ഡാൻസ് ചെയ്യിക്കാം. പിന്നെ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് പൂന്ത് വിളയാടി. ആദ്യത്തെ ദിനേശ് മാഷായിരുന്നു ആദ്യത്തെ ആ മാർക്കറ്റിലെ സോങ്. രണ്ടാമത്തെ പിടിയാന എന്നുള്ള പാട്ട് ദിനേശ് മാഷിന് കിട്ടിയില്ല, കൂൾ ജയന്താ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മാഷ് ചെയ്ത് പോയ ഡാൻസ് കണ്ടപ്പോൾ കൂൾ ജയന്ത് വിചാരിച്ചു കുറച്ചുകൂടെ കൂട്ടി ചെയ്യിക്കണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ കൂട്ടി ചെയ്യിക്കുമ്പോൾ മമ്മൂക്ക, പക്ഷെ മമ്മൂക്ക കട്ടയ്ക്ക് നിൽക്കുക. ഞാനാടാ പ്രഭുദേവ എന്ന് പറഞ്ഞിട്ട് പുള്ളി പുഷ്പം പോലെ കളിച്ചു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ചെയ്യുകയായിരുന്നു. എന്തേലും ഒരു ചെറിയ വേണ്ട ഒരു ഡെലിക്കസി കൊണ്ടോ വല്ല നിൽക്കുന്ന ഒരു സാധനം ചെയ്യിക്കാൻ പറ്റുന്നുള്ളതാണ്. പുള്ളിക്ക് അത് ഈസി ആയിട്ട് പുള്ളി അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ശാന്തവീരാത്രി ചെയ്തില്ലേ? അതെ അതെ. അല്ല ഈ ട്രോളുകളൊക്കെ, ഈ സെൽഫ് ട്രോളുകളൊക്കെ കണ്ട് അത് വളരെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണോ മമ്മൂക്ക? അല്ല സെൽഫ് ട്രോൾ ഞാൻ പുള്ളി വിചാരിക്കും. ഞാനൊരു കാര്യം ചലിച്ചിട്ട് ഇപ്പം 3 നാഷണൽ അവാർഡ് കണ്ട് 8 സ്റ്റേറ്റ് അവാർഡും പിന്നെ 5-6 പരാമർശം. അതാണ് ഒരുപാട് ഇതിൽ കൂടുതൽ കിട്ടിയ ഒരാൾക്ക് 3-4 പേര് അവിടെ നിന്ന് ട്രോളുന്നത് എവിടെയൊക്കെയാണ്. ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയെല്ലാം നന്മകളുണ്ട്, പിന്നെ 1-2 സിനിമകൾ കേൾക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഈ ഇൻഡസ്ട്രിയിലോട്ടല്ലേ ഇറങ്ങിയേക്കുന്നത്. ഇതൊന്നും കിട്ടാതെ നമുക്ക് എത്ര തെറി കേൾക്കുന്നു. അപ്പൊ അതൊന്നും ഒരു കാര്യം. ഞാൻ പറഞ്ഞ സിനിമയിലാണല്ലോ, അവിടെ എല്ലാം പോസിറ്റീവായിട്ടല്ലേ കേൾക്കാൻ പറ്റുക. ചില കേട്ടാലും ഞാനിവിടെ ഉണ്ടാകാൻ വെച്ച ഒരു പുള്ളിക്കൊക്കെ എത്ര അത് നന്നായിട്ട് അറിയാം, ജീവിതാനുഭവം ഉണ്ട്. അതെ. ഇപ്പൊ ചേട്ടൻ ഈ വിജയത്തിന്റെ കാര്യം പറഞ്ഞു, സിനിമയിലെ വിജയം. ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി ഭയങ്കര നല്ല അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ തന്നെ ചേട്ടൻ പറഞ്ഞു 23 വർഷം മുൻപ് ദിലീപ് തന്ന ജീവിതം കൊണ്ടാണ് ഞാനിപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതെന്ന്. നേരത്തെ ദിലീപിന് ഡയറക്ഷനായിരുന്നു ചെയ്തത്, ഇപ്പൊ ദിലീപിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. ദിലീപേട്ടനൊരു ഭീഷണിയാവോ ജോണി ചേട്ടൻ? ഞാനോ? ഞാൻ ഭീഷണിയായിട്ടല്ലോ, ദിലീപിന്റെ കൂട്ടുകാരനായിട്ടാണ്. കൂട്ടുകാരനാണെങ്കിലും അഭിനയത്തില് കോമഡിയില് ടൈമിംഗ് ഒക്കെ ഇച്ചിരി പോരാ ദിലീപില്. ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ ഉപയോഗിച്ചില്ല, ഞാൻ സീരിയസ് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സന്തോഷമുള്ള ദിവസം പടം ഇറങ്ങിയിട്ട് നല്ല ഒപ്പീനിയൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ആളുകൾ എൻ്റെ ഹ്യൂമർ നന്നായി ചിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞൊരു ഇമോഷൻ കാണിച്ചിട്ട് തിയേറ്ററിൽ ആരും കരഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അതാണ് തമാശയുടെ റിസ്ക്. തമാശ കാണിച്ചിട്ട് ചിരിച്ചില്ലെങ്കിൽ ജീവിതം പോകും. നമ്മൾ തമാശ പറഞ്ഞിട്ട് ഒരാൾ ചിരിച്ചില്ലെങ്കിലുള്ള അവസ്ഥ, കരഞ്ഞിട്ടാരും കരഞ്ഞില്ലെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെ എത്രയോ പടങ്ങളുണ്ട്, ആൾക്കാർ ഇരുന്ന് കരയുന്നുണ്ട്, നമുക്കാർക്കും കരച്ചിലും വരുന്നില്ല. പക്ഷെ അവിടെ ആരും ചോദിക്കും കരയുന്നുണ്ടോ പണേ ഒന്നും ചോദിക്കില്ല. പക്ഷെ ചിരി അതല്ലല്ലോ, അങ്ങനെ വരണം. അത് പെർഫോമൻസ് കറക്റ്റ് ആയാലേ ചിരിക്കുകയുള്ളൂ, സിറ്റുവേഷൻ കറക്റ്റ് ആയാലേ ചിരിക്കുകയുള്ളൂ. അയ്യോ കോമഡി കളിച്ചു പോയാൽ പിന്നെ ചിരിപ്പിക്കാനുള്ള പാട്, ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. അല്ല ഇതിവിടെ പാടാന്ന് വെച്ചാൽ നല്ല സിറ്റുവേഷനും ഇതുകൊണ്ട് കറക്റ്റായിട്ട് ചിരിക്കും. അതിപ്പോൾ ആര് പറഞ്ഞാലും ചിരിക്കും. തിരക്കഥാകൃത്തുണ്ട്, 2 ഡയറക്ടേഴ്സ് ഉണ്ട്. സിനിമ കാണുമ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. പൊതുവേ നമ്മൾ ഈ സിനിമകളിൽ ഈ ബൈക്ക് സീൻ ഷൂട്ട് ചെയ്യുമല്ലോ, ബൈക്ക് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ കാമുകന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഒരു ബൈക്ക് പോകുന്നൊരു സീൻ ഉണ്ടായിരിക്കുമല്ലോ. പൊതുവേ ഈ ബൈക്ക് സീൻ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഹെൽമെറ്റ് വെക്കാറില്ല, പക്ഷേ ഡിസ്ക്ലൈമറിൽ കാണും. എന്തുകൊണ്ടാണ് ഈ ഹെൽമെറ്റ് വെക്കാതെ? സിനിമയെ എപ്പോഴും നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. 2 ഡയറക്ടേഴ്സും ഉണ്ട്, തിരക്കഥാകൃത്തും ഉണ്ട്. എന്താണ് കാരണം? ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കാത്തതോ? സിനിമയിൽ ഡിസ്ക്ലൈമർ കാണിക്കാറുണ്ട്,
എന്തുകൊണ്ടാണ് ഹെൽമെറ്റ് ചിലപ്പോൾ അത് ഇപ്പം എന്താ വെച്ചാൽ ചില സീക്വൻസുകളിൽ ഇപ്പോൾ ഒരു മ്യൂസിക് ബിൽഡപ്പ് സീക്വൻസ് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നായകനും നായികയും ലവ് സീക്വൻസ് ആണ്. ആ സമയത്ത് ചിലപ്പോൾ ഒന്ന് ചിരിച്ച് ഹെയർ ഒക്കെ പറന്ന് മ്യൂസിക്കിൽ വരുമ്പോൾ കുറച്ച് ബ്ലെൻഡ് ആവും. മറിച്ച് രണ്ടുപേരും ഹെൽമെറ്റും വെച്ചിട്ട് ഇനി ചപ്പാത്തി വല്ല മുടിയായിട്ട് ഇത്രയും കണ്ടാൽ നമുക്കത് കറക്റ്റ് ഓക്കെ നമുക്കറിയാം ഇതാണ് ഇവരുടെ മനസ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അത് കമ്മ്യൂണിക്കേറ്റ് ആവില്ല. അപ്പം നമ്മൾ പിന്നെ ഇത് കാണുന്നവൻ അറിയാമല്ലോ ഇത് എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് അറിയാനുള്ള ബോധം ആൾക്കാർക്ക് ഉണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ വാണിംഗ് കാർഡ് കാണിക്കുന്നുണ്ട്. അതത്ര എനിക്കറിയില്ല. നമ്മൾ ഈ ലിബർട്ടി തന്നെയാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ചൊരു ആസ്തറ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യണം. അതൊരു സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് ആയിട്ട് ആൾക്കാർ എടുക്കണം. അങ്ങനെ എടുക്കണം. റോണി ചേട്ടാ, ഇപ്പം തിരക്കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം ഈ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നൊരു ടാഗും കൂടി വന്നതിന് ശേഷം ഈ സിനിമയുടെ തിരഞ്ഞെടുപ്പിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡം കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, പണ്ടും ഒന്ന് തന്നെ ഇപ്പോഴും ഒന്ന് തന്നെ. കഥാപാത്രം നല്ലതാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം ജോണി ചേട്ടാ, നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്. ഈ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തോടൊരു പ്രതിബദ്ധത വേണമല്ലോ. ഇപ്പം റോണി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കുരുക്ഷേത്രയായിരുന്നു ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ തന്നെ, അല്ലേ? ക്യാരക്ടർ വേഷം ആദ്യം ഒരു പേര് ക്യാരക്ടർ വേഷം ആദ്യം കുരുക്ഷേത്രയായിരുന്നു, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഗസ്റ്റ് റോളിൽ അൽഫോൺസ് പുത്രനെ കൊണ്ടുവന്നല്ലോ. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണോ? അതുകൊണ്ട് ആ ഒരു പടത്തിൽ വന്നപ്പോൾ ഫ്രണ്ട്സ് ആയതാണ്. ഞാൻ കുത്തിയിരുന്ന 7 മാസം മെസ്സേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കിട്ടിയ മനുഷ്യനാണ്. പിന്നെ പുള്ളിക്ക് അറിയാം പുള്ളി ഗുണ്ടജയൻ സിനിമ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡിന്റെ സമയത്ത് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ സഹോദരങ്ങളെ പോലെ പുള്ളി സ്നേഹിക്കുന്ന കുറെ ആൾക്കാരാണ് എൻ്റെ കൂടെ ഈ പടത്തിൽ വർക്ക് ചെയ്തേക്കുന്നത്. വിഷ്ണു ആയാലും രാജേഷ് ആയാലും ശബരിയൊക്കെ ആയാലും. അപ്പോൾ പുള്ളി ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ ഈ പറഞ്ഞ ക്യാമിയോ അത് അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ല. പക്ഷെ അത് പുത്രൻ ചെയ്ത എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് ഉണ്ടെന്ന് നമുക്ക് തോന്നി. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാൻ പ്രൊഡക്ഷനിൽ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ആദ്യം എല്ലാവരും അയ്യോ പുള്ളി ഒന്നും അഭിനയിക്കുന്ന ആളല്ല, പക്ഷെ പുള്ളിയുടെ ചില ഡയലോഗ് ഡെലിവറികൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് പുള്ളി സംസാരിക്കണേ. നമ്മൾ പ്രേമത്തിൽ നമ്മൾ കണ്ടത് പ്രേമത്തിൽ ശരിക്കും പുള്ളി അല്ലായിരുന്നു ആദ്യം ഡബ് ചെയ്തത്. പുള്ളിയുടെ ഡബ് അല്ലായിരുന്നു ആ ക്യാരക്ടറിൽ. ലാസ്റ്റ് മൊമെന്റിലാണ് പുള്ളി ഡബ് ചെയ്യുന്നത്. പക്ഷെ പുള്ളി ഡബ് ചെയ്തപ്പോഴാണ് അത് അത്ര ഫൺ നമുക്ക് കിട്ടിയത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ പുള്ളിയുടെ അടുത്ത് ഒരു ദിവസം പുള്ളി വിളിച്ചു, ഞാനിങ്ങനെ ഇതാണ് കോണ്ടന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഇങ്ങനത്തെ ഒരു പരിപാടി അന്നൊരു കാര്യം സ്ക്രിപ്റ്റ് അയക്കുന്നു എന്ന് അയച്ചു. പുള്ളി പറഞ്ഞ ഡേറ്റിൽ പോയി ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പുള്ളിയായിട്ട്. 2 ദിവസം ചെന്നൈ പോയി പുള്ളിയുടെ കൂടെയൊക്കെ നിന്ന് കുറച്ച് ദിവസം എഡിറ്റിൻ്റെ സമയത്തൊക്കെ പോയി ചില സജഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് അരുണിൻ്റെ ഒരു കുറിപ്പുണ്ടായിരുന്നു. ആ കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇപ്പോൾ വാഴ, ജിംഖാന, പ്രേമലു അത്തരം സിനിമകളൊന്നും സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ലാതെ ഹിറ്റായ സിനിമകളാണ്. ഇത്തരം സിനിമകളുടെ ഒരു വിജയം നിങ്ങൾക്കൊക്കെ എത്രത്തോളം ആത്മവിശ്വാസമാണ് നൽകുന്നത്? ഭയങ്കര വലിയ ആത്മവിശ്വാസമാണ്. ഇപ്പോൾ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിൽ പോലും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ സൈഡിലായാലും നസലിനായാലും കുറച്ചും കൂടി ആയി വന്നാണ് അറിയാമല്ലോ. ഒരു ഗിരീഷേരിയുടെ പറയണം. അപ്പോൾ അത്രയും ഒരു ഇത് നമ്മളുടെ പടത്തിലേക്ക് ഇല്ല ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനത്തെ കുറിപ്പ് എഴുതിയത്. ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ടൈം തിയേറ്ററിൽ ഒരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പ്രേക്ഷകൻ വരാനൊരു ടൈമുണ്ട്. ഇപ്പോൾ നമുക്കൊരു മമ്മൂക്കയോ ലാലേട്ടനോ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാറല്ല. ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും ഹൗസ്ഫുള്ളായിട്ടുള്ള സാധനമല്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് കണ്ടിട്ട് ഒരു 10 പേര് കണ്ട് ജോണി ചേട്ടൻ എപ്പോഴും പറയും അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു 5 പേരോട് പോയി പടം കാണാൻ പറ. 5 പേര് നല്ല എന്ന് പറഞ്ഞാൽ 10 പേര് കാണും. അത് ഭയങ്കര പോയിന്റ്. അത് ആ ആൾക്കാരെ കൊണ്ടുവരാനും ഇവർ കണ്ടിട്ടൊരു അഭിപ്രായം പറയാനുള്ള സമയം തിയേറ്ററിൽ ഞങ്ങൾക്ക് കിട്ടണ്ടോ എന്നുള്ളത് തിയേറ്ററുകാരുടെ കുഴപ്പമാണോ ആരുടെ കുഴപ്പമാണോ നമ്മുടെ കുഴപ്പമാണോ ഒന്നും എനിക്കറിയത്തില്ല. അത് മാത്രമാണ് ഞാൻ ആ കുറിപ്പിൽ രേഖപ്പെടുത്തിയത്. പലതുള്ളി വരുവുള്ള ഒരാളും കാണും. അതെ അതെ അതെ. അപ്പോൾ സിനിമ മെയ് 23 റിലീസാവുന്നത്. ഈ സിനിമയുടെ നിങ്ങളുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീൽ തന്നെ, ഒരു സിനിമ ഫീൽ തന്നെ, ഒരു എക്സ്പീരിയൻസ് തന്നെ പ്രേക്ഷകർക്കുണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.